നമസ്കാരം. പതിരും കതിരും. പണ്ട് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന രണ്ട് ദുരാചാരങ്ങളായിരുന്നു മണ്ണാപ്പേടിയും പുലപ്പേടിയും. സന്ധ്യ കഴിഞ്ഞ് വീടിൻ്റെ പരിസരത്ത് ഒളിച്ചിരുന്ന് താണജാതിയിൽപ്പെട്ട പുരുഷന്മാർ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ സ്പർശിക്കുകയോ കമ്പുകൊണ്ടെറിയുകയോ ചെയ്താൽ മതിയായിരുന്നു. കണ്ടേ കണ്ടേ എന്നവർ വിളിച്ചു പറയുക കൂടി ചെയ്താൽ ഭ്രഷ്ടായി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബവും ഇപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു തരം പേടിയിലാണ്. ED പേടി. പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. രാത്രികാലങ്ങളിൽ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണാം ED ഉദ്യോഗസ്ഥർ അപ്പുറത്ത് നിന്ന് അളവെടുക്കുന്നു. വടക്കേ വാതിലിലൂടെ ഓടി രക്ഷപ്പെടാമെന്ന് കരുതി നിൽക്കുമ്പോൾ അതാ അവിടെ നിന്നവർ ചിത്രങ്ങൾ പകർത്തുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്നലെ വീണാട്ടിയുടെ വസ്തു വളക്കാൻ ഉദ്യോഗസ്ഥരെത്തി. ഒരു സംഘം ഉദ്യോഗസ്ഥർ രാവിലെ പിണറായി വില്ലേജ് ഓഫീസിലെത്തി. വീണയുടെ പേരിലുള്ള സ്ഥലത്തിൻ്റെ ആധാരവുമായിട്ടാണ് അവർ വന്നത്. ഈ വസ്തു എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ വസ്തുവിൻ്റെ കരമുടുക്ക് രസീതും പ്രമാണവുമെല്ലാം EDയുടെ കയ്യിലായി. അവരിനി പേരിക്കൂട്ടി തണ്ടപ്പേര് മാറിപ്പിടിച്ച് കരമൊടുക്കിയാൽ മാത്രം മതി. അക്കൗണ്ടിൽ കിടന്ന കാശ് നേരത്തെ മരവിപ്പിച്ചു. ഇപ്പോൾ 10 പൈസ വരുമാനമില്ല. ഇപ്പോൾ ദേ വസ്തുവും പോകുന്ന മട്ടാണ്. ED സംഘം വസ്തു കാണാൻ വന്നതറിഞ്ഞ് എന്തുകൊണ്ടാണ് P. ജയരാജൻ്റെയും രാകേഷിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം തടയാൻ ചെല്ലാതിരുന്നത്? വസീഫ് ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നെങ്കിൽ എടാ ED, എടാ നിന്നോടാ പറഞ്ഞേ, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞേനേമായിരുന്നു. ED ഇനി ആ വസ്തുവിൽ കയറി കുറ്റിയടിച്ച് വാനം തോണ്ടി വല്ല പണിയും നടത്തിയാലും ഒരുത്തരും തിരിഞ്ഞു നോക്കുകയില്ല. അന്ന് അകത്ത് പോയവർക്ക് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടേയില്ല. പിണറായി പാറപ്രം റോഡിൽ KCB സബ്സ്റ്റേഷൻ്റെ പിന്നിലായി വീണയുടെ പേരിൽ 19 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ബാംഗ്ലൂരിൽ പോയി കമ്പനി തുടങ്ങിയ മകളാണ് ഇപ്പോൾ ഈ 19 സെൻറ്റ് സ്ഥലവും പേരിൽ കൂട്ടിയിരിക്കുന്നത്. ഇത് കുടുംബസ്വത്തായി കിട്ടിയതാണോ അതോ കരിമണൽ കർത്തായുടെ കാശ് കൊണ്ട് വാങ്ങിയതാണോ? ഈ കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശമായ വയനാട്ടിൽ തുരങ്കമുണ്ടാക്കി ജനങ്ങളെ കുരുതി കൊടുക്കുന്നതിലും ഭേദം AKG സെൻറ്ററിൻ്റെ അടിയിലൂടെ ഇട്ട ഇരട്ട തുരങ്കം വഴി അങ്ങ് പാറപ്പുറത്തിന് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. എന്തായാലും വീണയുടെ വസ്തു വളക്കാൻ ED വരുന്നത് കണ്ട് കമ്മികൾ ഓടിയതായിട്ടാണ് അറിവ്. നേർക്കുനേരെ എങ്ങാനും ചെന്നു പോയാൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് അകത്താക്കുമെന്ന് ഭയം. ഇനി വീണയുടെ പേരിലുള്ള ആ ഭൂമിയിൽ വല്ല തുരങ്കവും ഉണ്ടാക്കി ഏതെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ചതായി സംശയമുണ്ടായിരിക്കുമോ? വന്ന് പിണറായി വിജയനെ രാത്രി കട്ടിലടക്കം ED എടുത്തുകൊണ്ട് പോയാൽ പോലും ആരും ചോദിക്കാൻ ചെല്ലാത്ത ഒരവസ്ഥയായി. EDയെ മുൻപ് ആക്രമിച്ച കേസിൽ ഇപ്പോൾ തന്നെ പാർട്ടി കുരുക്കിലായിരിക്കുകയാണ്. ഗോവിന്ദൻ്റെ അടക്കം ഫോണുകൾ ED കൊണ്ടുപോയി പരിശോധിക്കുന്ന നിലയിലായി കാര്യങ്ങൾ. ആഹ്വാനം ചെയ്ത നേതാക്കൾ അറിയാതെ ഇത്രയും വലിയൊരു ആക്രമണം നടക്കില്ല എന്നാണ് ED പറയുന്നത്. കോഴിമുട്ട വാങ്ങി ED സംഘത്തെ ഓടിച്ചിട്ടെറിഞ്ഞ ആ മുട്ട ബിനുവിൻ്റെയൊക്കെ അവസ്ഥ നോക്കണേ. ആക്രമണത്തിൻ്റെ ദൃശ്യം കൂടി കണ്ടതോടെ കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു. ഭരണമുള്ളപ്പോഴായിരുന്നെങ്കിൽ അച്ഛനോടൊപ്പം ഡെൻമാർക്കിലോ ന്യൂയോർക്കിലോ അസർബൈജാനിലോ പോയി കുറച്ച് ദിവസമൊക്കെ വീണമോൾക്ക് തങ്ങാമായിരുന്നു. ഇതിപ്പോൾ ED വിളിക്കുമ്പോഴെല്ലാം ചെല്ലണം. അതുകൂടാതെ അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ തിരക്കിയും വരും. ലോക്കർ കാണിച്ചു കൊടുക്കാൻ ചെല്ലണം. വസ്തു വാങ്ങിയിട്ടിരിക്കുന്നതിൻ്റെ അതിര് കാണിച്ചു കൊടുക്കണം. മേടിച്ചിട്ടിരിക്കുന്ന വസ്തു നാളെ കാലത്ത് നല്ല വില കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് കരുതി സ്വരൂപിച്ചിട്ടതാണ്. ED ഒരു വശത്തുകൂടി വളയുമ്പോൾ ഗോവിന്ദനെയും പിണറായി വിജയനെയും ലക്ഷ്യമിട്ട് കരുനീക്കങ്ങൾ നടത്തുകയാണ് കണ്ണൂർ സംഘം. അവർ ഒരു പടലയായി ഒന്നിച്ചു നിന്നാൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും അവസ്ഥ കുഴപ്പത്തിലാകും. ചുരുക്കി പറഞ്ഞാൽ ഭയം ഒരു കരാള സർപ്പത്തെ പോലെ പിണറായി കുടുംബത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.